90കളിലെ സ്വപ്നസുന്ദരി രംഭ. എത്ര ചെറുപ്പക്കാർ സ്വപ്നം കണ്ട് നടന്നോന്നറിയാം. രംഭയുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു വികാരമാണ്. തമിഴ്നാട്ടിലും കേരളത്തിലും അങ്ങനെ തന്നെ. പക്ഷേ കേരളത്തിൽ നമ്മുടെ ഒരു കൊച്ചു പടത്തിൽ കൂടിയാണ് രംഭ നായികയായത്. വിനീതിൻ്റെ നായികയായിട്ട് സർഗം എന്ന് പറഞ്ഞൊരു സിനിമയിലാണ് രംഭ ആദ്യമായി വന്നത്. ഒരു നാടൻ പെൺകുട്ടി. അത് ഇങ്ങനെ മോഡലാവുന്നും, ഇതുപോലെ തമിഴിൽ പോയിട്ട് ഇതുപോലെ ഒരു നയൻതാര പോലെ ഇതുപോലെ ഒരു ചേഞ്ച് ആവുന്നു, ഇതുപോലെ തമിഴ് ലോകം മലയാള ലോകം പിടിച്ചു കുലുക്കുന്നൊന്നും ആരും പ്രതീക്ഷിച്ചില്ല. അങ്ങനെയാണല്ലോ സത്യനന്ദികാണ്ട പടത്തിൽ നമ്മുടെ നയൻതാരി ഉണ്ടായത്. അതേ ഒരു ജാതകം തന്നെയാണ് രംഭയ്ക്കും ഉണ്ടായത്. രംഭയില്ലാത്ത പടം ഇല്ല. അത്രയും ഒരു ഫേമസ് രംഭരെ പോലെ നയൻതാരിക്കേ കിട്ടിയുള്ളൂ. വേറെ ഒരു നടിക്ക് അത്ര ഒരു ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ കേരളത്തിൽ നിന്ന് ചെല്ലുന്ന നടികൾക്കൊക്കെ നല്ല അർഹതപ്പെട്ട സ്ഥാനം കൊടുക്കുന്നുണ്ട് തമിഴ് സിനിമ. അപ്പോൾ രംഭയുടെ കല്യാണം കഴിഞ്ഞത് 2010 ആ 2010 കല്യാണം കഴിക്കാനായിട്ട് കാരണമുണ്ട്. താരപ്രഭ അങ്ങോട്ട് മങ്ങി, പടങ്ങളൊക്കെ ഓരോന്ന് കൊഴിഞ്ഞു വീഴാൻ തുടങ്ങി. അതുപോലെ തന്നെ പണ്ടത്തെ പോലെ നടികളുടെ കുത്തൊഴുക്ക് വന്നതോടുകൂടി രംഭ പിന്നാക്കം പോയി. അപ്പോൾ പിന്നെ ഇനി എന്തായാലും ഇനി വിവാഹം കഴിക്കാനായിട്ട് ഒരു നല്ലൊരു ബന്ധം കൂടി കിട്ടി. അതും വലിയ ബിസിനസ്മാനായുള്ള, കാനഡയിലെ ബിസിനസ്മാനായുള്ള ഇന്ദ്രകുമാർ എന്ന് പറഞ്ഞിട്ട് ഒരാളായിട്ടാണ് കല്യാണം കഴിച്ചത്. അതോടുകൂടി സിനിമയിൽ നിന്ന് വിട്ട് രംഭ കാനഡയിൽ പോയി. 3 മക്കളുണ്ടായി. വളരെ ദീർഘകാലത്തെ ഒരു ദാമ്പത്യമാണ്. വളരെ സന്തോഷകരമായി, വളരെ അവർ ഭയങ്കര ബിസിനസ്മാനാണ് അദ്ദേഹം. അതുമല്ല 15ാം വയസ്സിലാണ് രംഭ നായികയായതെന്ന് ആലോചിക്കണം നമ്മൾ. അപ്പോൾ അത്രയും ഒരു ടാലൻ്റാണ് രംഭയുടെ ജീവിതത്തിൽ. ഒരുപാട് അത്ഭുതങ്ങളാണ് സംഭവിച്ചത് മുഴുവൻ. ഇപ്പോൾ രംഭയുടെ ആസ്തി ഇപ്പോൾ സിനിമയിൽ നിന്ന് വിട്ടുനിന്നിട്ട് കുറച്ച് കൊല്ലങ്ങളായി. എന്നിട്ട് രംഭയുടെ ആസ്തി 1000 കോടി രൂപയിലും മേലെ വരുന്നുള്ളതാണ്. അത് സിനിമയിൽ നിന്ന് മാത്രമല്ല കേട്ടോ. ഒരുപാട് ബിസിനസ്സുകൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് നടത്തുന്നുണ്ട്. അതിലൊക്കെ രംഭയും പങ്കാളികളാണ്. ഇപ്പോൾ അതൊന്നുമല്ല വിഷയം. രംഭയ്ക്ക് എന്ത് സംഭവിച്ചു? രംഭ ഇപ്പോൾ ഗുരുവായൂർ വന്നിട്ടുണ്ടായിരുന്നു, കുടുംബസമേതം ഗുരുവായൂർ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പല ഫംഗ്ഷനും പോകുന്നുണ്ടായിരുന്നു. രംഭയുടെ ആ സൗന്ദര്യമൊക്കെ അങ്ങോട്ട് പോയി. രംഭേനെ കണ്ടാൽ തിരിച്ചറിയാൻ പാടില്ലാത്ത രീതിയിൽ അങ്ങോട്ട് മാറിപ്പോയി. നടക്കുമ്പോൾ കാല് ഒരു വഴിക്ക് ചെരിഞ്ഞു പോകുന്നു, ഞൊണ്ടി നടക്കണ പോലെ നടക്കണം. രംഭയ്ക്ക് എന്ത് പറ്റിയെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഒരു സർജറി കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ വന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് തടി കൂടുതലായിരുന്നു. അത് ലോസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഡയറ്റ് എടുത്തു. അതോട് കൂടിയിട്ട് രംഭയുടെ രൂപമാകെ മാറി. അതിനുശേഷം കാലിൻ്റെ പ്രശ്നങ്ങൾ വന്നു. അതിന് കുറേ നല്ല ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ടാണ് ഇപ്പോൾ ഈ നിലയ്ക്കെങ്കിലായത്. അപ്പോൾ 9 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മൾ രംഭേനെ കാണുമ്പോൾ അതേ രംഭയല്ല ഇപ്പം കാണുമ്പോൾ വളരെ ചേഞ്ച്, വളരെ വ്യത്യാസം. നമ്മുടെ ആ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു. അത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം, സങ്കടമൊക്കെ ഉണ്ട്. രംഭ സിനിമയിലേക്ക് തിരിച്ച് വരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് രംഭയുടെ ഇങ്ങനെ ഒരു രൂപമായിട്ട് രംഭ രംഗത്ത് വരുന്നത്. രംഭ ഇത്രയും കോടികളുണ്ടെങ്കിൽ രംഭ പറയാറുണ്ട്, എനിക്ക് സിനിമയിൽ വരണം, എനിക്കിപ്പോൾ കുട്ടികളൊക്കെ വലുതായി, അപ്പോൾ ഇനി കുട്ടികളുടെ അവിടെ ഇരുന്ന് എനിക്ക് ബോറടിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ടിവിയിലെ ഒരു ജഡ്ജിയായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രംഭയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് രംഭയുടെ അനിയൻ്റെ ഭാര്യ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രംഭയും രംഭയുടെ കുടുംബക്കാരും കൂടി സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു കേസ് കൊടുത്തിട്ടുണ്ട്. അന്ന് രംഭയ്ക്ക് അതിനെപ്പറ്റി കേസുണ്ടായിരുന്നു. അന്ന് പത്രത്തിലൊക്കെ വന്നാണ് കുടുംബക്കാർക്കെതിരെ കേസുണ്ടായിരുന്നു. അങ്ങനെ രംഭയ്ക്ക് സമൻസ് വന്നു. രംഭ അത് വിദേശത്തായതുകൊണ്ട് സമൻസ് കൈപ്പറ്റിയില്ല. ഇപ്പോൾ കേസൊക്കെ പോയിന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ വിഡ്രോ ചെയ്തു തോന്നുന്നുണ്ട്. ഇപ്പോൾ അവരും ഭംഗിയായിട്ട് ജീവിക്കുന്നു. അപ്പോൾ രംഭയുടെ ഈ അവസ്ഥ കാണുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. എന്ത് പറ്റി രംഭയ്ക്ക് എന്നുള്ളത് കൃത്യമായിട്ട് രംഭയും പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്നൊക്കെ അറിഞ്ഞ വിശേഷങ്ങൾ നമ്മൾ പറയണത്. എന്തായാലും മലയാളികൾക്ക് ഒരുപാട് അഭിമാനിക്കാവുന്ന നടിയായിരുന്നു രംഭ. അതുപോലെ തന്നെ നല്ലൊരു ബന്ധം അതുപോലെ തന്നെ കിട്ടി. അതുപോലെ തന്നെ 3 മക്കളായിട്ട് സന്തോഷമായി ജീവിക്കുന്ന അതിൽ വളരെയധികം സന്തോഷം. അടുത്ത് തന്നെ ഗുരുവായൂർ വന്നിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ കുടുംബസമേതം വന്ന് ഗുരുവായൂർ വഴിപാടുകളൊക്കെ നടത്തി സന്തോഷമായിട്ടാണ് പോയത്. അപ്പോൾ രംഭ വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരും എന്ന് യാതൊരു പ്രതീക്ഷയും വേണ്ട. തിരിച്ചു വരില്ല. ഈ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.